മറുകണ്ഠം ചാടാൻ ഒരാൾക്ക് മിനിമം എത്ര സമയം വേണ്ടിവരും? ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം വീക്കെൻഡിന് ശേഷം ശൈത്യയുടെ പ്രകടനം കണ്ടവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലെ? എന്റെ പോലെ ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ഇത്ര മാറ്റം വരുന്നേ അല്ലെ? കഴിഞ്ഞൊരു വീക്ക് ത്രൂ ഔട്ട് അല്ലെ, ആ വീക്കിൽ ഫുള്ള് അനുമോളുടെ കൂടെ നിന്ന്, അനുമോളുടെ കൂടെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ശൈത്യ അനുമോൾ ഇൻ ബിറ്റ്വീൻ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെ, അനുമോൾക്ക് ഒരു നല്ല സപ്പോർട്ട് അതിലനൂറ ഉണ്ട് അനുമോളുടെ കൂടെ ആൻഡ് ശൈത്യ. പക്ഷെ കുറച്ചുകൂടെ ശൈത്യയുമായിട്ട് അനുമോൾ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ നോമിനേഷൻ എലിമിനേഷൻ ടൈമിൽ പോലും ആര് പോവരുതെന്നാണ് വിചാരിക്കുന്നത് പറയുമ്പോൾ ശൈത്യ പോയാൽ കൂടുതൽ വിഷമമാകും എന്നാണ് അനുമോൾ പറയുന്നത്. ആ ശൈത്യ അവിടുന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ആ ഡ്രസ്സ് മാറുന്ന സമയം അത്ര എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ളവരോട്, അതായത് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു, ഞാൻ അവിടെ അടുത്തിരുന്നതേ ഉള്ളൂ, സത്യത്തിൽ അവൾ എന്താ പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ, ആ വീഡിയോ ഞാൻ പെട്ടുപോയതാണ്, അല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ലെന്നൊക്കെ. എന്തൊക്കെയാലേ അന്ന് അനുമോള് പറഞ്ഞപ്പോ അതിനൊക്കെ അംഗീകരിക്കാൻ ശൈത്യ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനുമോള് മാത്രമാണോ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് മാത്രം പ്ലേ ചെയ്തേണ്ട പ്രശ്നം അല്ലേ? അനുമോള് മാത്രമല്ല ശൈത്യ പറഞ്ഞിട്ടുണ്ട്. ബിൻസി ഔട്ടായി പോയില്ല ഓൾറെഡി, ബിൻസി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഇവര് എന്താ പറയാ, ഇവരൊക്കെ പ്രത്യേകിച്ച് ശൈത്യയുടെ ഈ ഒരു മറുകണ്ഠം ചാനൽ കണ്ടപ്പോ ശരിക്കും നമ്മളിങ്ങനെ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നിമിഷം ഇത്രയും നേരം ഇവിടെ നിന്ന് ഒരാൾ ഇത്ര പെട്ടെന്ന് അവിടെ. അനുമോൾക്ക് നെഗറ്റീവ് ആയെന്നാണ് ഹൗസ് മേറ്റ്സിന്റെ മൊത്തം വിചാരം, ശൈത്യക്കും അതാണ് വിചാരം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനുവിന്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു ടെക്നിക്കാണ് ശൈത്യ നോക്കുന്നത്. പക്ഷെ അനുവിനോട് മുഖത്ത് നോക്കി എന്തെങ്കിലും പറയണ്ടെങ്കിൽ അനുവിനോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് മാറിപ്പോകുന്നതാണ് മര്യാദ അല്ലെ? അല്ലാതെ അനുവിന്റെ കൂടെ നിന്നിട്ട് അപ്പുറത്തുള്ളവരുടെയും കൂടെ സംസാരിക്കുമ്പോൾ അത് ഒരു രണ്ട് വള്ളത്തിൽ കാല് വെച്ചിരുന്ന എന്താണേലും അക്കരെ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് നോക്കാം.